السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും കൂടിയ ഗുരുനാഥന്മാരെ, അത് ഈ സദസ്സിനെ വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, മുത്തല്ലിം സുഹൃത്തുക്കളെ, ഈ വേദിയിൽ ഇസ്ലാമിന്റെ ഖാനൂനിൽ മനുഷ്യന്റെ ബാധ്യത എന്ന വിഷയത്തെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെയും സകല സൃഷ്ടികളെയും മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പഠിച്ചു അതിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉന്നത പദവിയിൽ മനുഷ്യവർഗത്തെയും ആക്കിയിരിക്കുന്നു. ഇതര ജീവികൾക്ക് ഉണ്ടാകാത്ത മനുഷ്യ ബുദ്ധി എന്ന മഹത്തരമായ വിഷയത്തെയും നന്മ തിന്മകളിൽ നിന്ന് വേണ്ടതിനെ തിരഞ്ഞെടുക്കാനുള്ള വിവേചന ശക്തിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തെ പഠിക്കുമ്പോൾ നല്ല രൂപത്തിൽ, മെച്ചപ്പെട്ട രൂപത്തിൽ പഠിച്ചിരിക്കുന്നു. അതേ മനുഷ്യൻ അവൻ വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമ സംവിധാനങ്ങളെ കാട്ടിൽ പരത്തി ജീവിച്ചാൽ അവൻ നാൽക്കാൽ മൃഗത്തിനേക്കാൾ അധപതിച്ചവനായി തീരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലഖദ് ഖറംനാ ബനീ ആദമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ ആദം സന്തതിയെ ഞങ്ങൾ ബഹുമാനിച്ചിരിക്കുന്നെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ അല്ലാഹുവിന്റെ ആ ബഹുമാനം ലഭിക്കണമെങ്കിൽ മനുഷ്യവർഗമായ നമ്മൾ അല്ലാഹുവിന്റെ നിയമ സംവിധാനങ്ങളായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതല്ലാത്ത മറ്റു എല്ലാ കാര്യങ്ങളെയും മുറ പോലെ മുറുകെ പിടിച്ച് ജീവിച്ചാലേ, പ്രവർത്തിച്ചാലേ അല്ലാഹുവിന്റെ ആ ബഹുമാനം സമ്പാദിക്കാൻ കഴിയൂ. അതല്ലാത്ത അല്ലാഹു പറയത്തക്ക നിയമ സംവിധാനങ്ങളെ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ ലോകവും പരലോകം പരാജിത തന്നെയാണ്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതമാണ് ഇസ്ലാം മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം മതത്തിൽ വളരെ ഈസിയായി, സുലഭമായി നിയമ സംവിധാനങ്ങൾ പഠിച്ചിരിക്കുന്നു. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിൽ 5 ആദർശ സ്തംഭങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. ആ 5 ആദർശ ങ്ങളായ അൻതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, 2 ഷഹാദത്ത് കലിമ കൊണ്ട് വിശ്വസിക്കലാൻ, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കലാൻ. അതേപോലെ രണ്ടാമത്തെ കാര്യമായിരിക്കുന്നു ഇഖാമത്തുസ് സ്വലാത്ത്, അല്ലാഹു തന്ന ഞങ്ങൾക്ക് 5 വക്ത് നിസ്കാരത്തിൽ ഞങ്ങൾ നിലനിർത്തലാൻ. അതേപോലെ മൂന്നാമത്തെ കാര്യമായിരിക്കുന്നു ഇതാസ് സകാത്ത്, മുതലിൽ നിന്ന് സമ്പത്ത് കൊടുക്കുന്നുള്ളത്, അതും ഈമാനിൽ പെട്ടതാണ്, അതും ഇസ്ലാമിന്റെ നിയമ സംവിധാനങ്ങളിൽ പെട്ടതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൽ 4ാമത്തെ പഠിപ്പിക്കുന്നു, അതേ ഞങ്ങൾ ഞങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കലാൻ, അതും ഇസ്ലാമിന്റെ ഖാനൂനിൽ പെട്ടതാണ്. അതിൽ 5ാമത്തെ ആദർശ സ്തംഭങ്ങളിൽ 5ാമത്തെ കാര്യം പറയുന്നു, ഹജ്ജ ബൈത്തുൽ ഹറാം, മുതലാലും സമ്പത്താലും വജിയാലും തടിയാലും അവൻ ഹജ്ജിലേക്ക് ചെന്നെത്തുന്നതാണ്. അതേപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഇസ്ലാമിന്റെ ഖാനൂന് അല്ലാഹു സുബ്ഹാനഹു ഞങ്ങൾക്ക് എന്ത് വിരോധിച്ചിട്ടുണ്ടോ അതിനെ ഞങ്ങൾ വിരോധിക്കണം. എന്തോ അല്ലാഹു സുബ്ഹാനഹു ഞങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അതിനെ ഞങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ട്, ഇസ്ലാമികൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിം വർഗത്തിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായി, വളരെ സിമ്പിൾ രൂപത്തിൽ ഞങ്ങൾക്ക് നിയമ സംവിധാനങ്ങൾ പഠിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം കുറവുള്ളത് കൊണ്ട് എന്റെ വാക്കി ഞാൻ ഇവിടെ പറയുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.